സുഹൃത്തുക്കളെ, നമ്മുടെ ആ പതിവ് വാഴയിലെ പൊതിഞ്ഞ ഒരു പൊതിച്ചോറ്, ഞങ്ങളുടെ സ്നേഹ സമ്മാനം, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ലഞ്ച് അൺബോക്സിങ് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ചോറ് തുറന്ന് തട്ടിയിടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ചുവന്നരിയുടെ ചോറാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലതാണെന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. നല്ല നെല്ലൂത്തി അരിയുടെ ചോറ്, അത് നല്ല ചോറൊക്കെ ഒരു വിധം ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് വിനീതയുടെ ഒരു സമ്മാനമാണേ. വിനീത ഇന്ന്, അതായത് ഞങ്ങൾ 3 സ്റ്റാഫുമാരാണല്ലോ, അപ്പോൾ അതിൽ ഒരാൾ വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിക്കുന്നത്. ഞാനും പാറുവും മാത്രമാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ വിനീത ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു കറി എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്നതാണ്. ബീട്രൂട്ട് തോരനാണെന്ന് തോന്നുന്നു, മെഴുക്ക് വരട്ടിയായിരിക്കും, മെഴുക്ക് വരട്ടിയാട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, അത് ഞാൻ കുറച്ചെടുത്ത് അതിൻ്റെ അറ്റത്തോട്ട് വെച്ചു. പാറുവിനും കുറച്ച് കൊടുക്കാം. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള സാധനം, അവളൊന്നും കഴിക്കത്തേ ഇല്ല, പച്ചക്കറി ഒട്ടും കഴിക്കത്തില്ല അവൾ. എങ്കിലും അവിടെ പാത്രത്തിൽ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്തോ ഒരു കൊച്ചു പൊതിയണ്ണ മുളക് കൊണ്ടാട്ടം, സംഭവം സൂപ്പറായിരിക്കും, മുളക് കൊണ്ടാട്ടം. അത് ഞാൻ 2 പേർക്കും വെച്ച് ഓരോന്ന്, ബാക്കി അങ്ങ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞില്ലേ ചീരച്ചേമ്പ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയും കൂടെ അവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് ഇന്ന് തോരൻ വെച്ചു. കുറച്ച് പരിപ്പൊക്കെ ഉടച്ചിട്ട് ചേർത്ത്, അപ്പം നല്ല ടേസ്റ്റാണ്. ചീരച്ചേമ്പ് നല്ല സാധനം കേട്ടോ, നിങ്ങൾ കിട്ടുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല സാധനം അത്. ഞങ്ങളുടെ വീട്ടിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു കൃഷി പോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മിക്ക ദിവസവും തോരനൊക്കെ കാണും. പൊന്നാങ്കണ്ണി ചീരച്ചേമ്പൊക്കെ. അടുത്തത് തേങ്ങ അരച്ച മീൻകറി, നമ്മുടെ CD കാറിലില്ലേ, CD കാറിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ട് ഞാൻ വെച്ചു. നമ്മൾ ഈ CD കാറിൽ പല പെണ്ണുങ്ങൾക്കും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വൃത്തിയാക്കുന്ന ഭയങ്കര പാടാണെന്ന് എല്ലാവരും പറയത്തില്ലേ. പക്ഷെ അതിന് ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ, ഒന്നുകിൽ പുളിവെള്ളം അല്ലെങ്കിൽ വിനാഗിരി, ഒരു ശകലം വെള്ളത്തിൽ ചേർത്ത് അതിങ്ങനെ ഒഴിച്ച് അതിനകത്ത് വെക്കാമെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. അത് ഒന്ന് പിന്നെ തേച്ച് കഴുകി എടുക്കുമ്പോഴത്തേക്ക് ശകലം നേരം വെള്ളത്തിലിട്ടാൽ മതി. അതിന് ശേഷം അവളുടെ പാത്രം എടുത്തപ്പോൾ അതിലൊരു കൊച്ചു പാത്രമൊക്കെ ഉണ്ട്, എന്തുവാണെന്ന് നോക്കാം. ചോറ് തട്ടിയിട്ട് പുള്ളിക്കാരത്തേക്ക് ചോറ് പകർന്ന് വെച്ചു. പിന്നെ തോരൻ തന്നെ, ബീട്രൂട്ട്, അതും ബീട്രൂട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു കളർഫുള്ളാണെങ്കിൽ കൊള്ളാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും അവളും അത് തന്നെ കൊണ്ടുവന്നു. അത് തോരനാണ്, ഒന്ന് മെഴുക്ക് വരട്ടി ഒന്ന് തോരൻ, ബീട്രൂട്ട് തോരനും മെഴുക്ക് വരട്ടി. പിന്നെ ഇന്ന് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഇന്നലെ രാത്രി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവച്ചു. അപ്പോൾ അത് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനെടുത്തതാണത്. അത് നമുക്കെടുക്കാനല്ല. ഞാൻ പിന്നെ അതിനകത്ത് നിന്നൊരു ശകലം എൻ്റെ കഴിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കിണ്ണത്തിലെടുത്ത് മാറ്റി. വെളുത്തുള്ളി അച്ചാർ സൂപ്പർ സാധനം, ഗ്യാസിനൊക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് പേരത് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഞങ്ങൾ കൊടുക്കുന്ന 250 ഗ്രാമിൻ്റെ ബോട്ടിലാണ് നിങ്ങളെ കണ്ടത്. വെളുത്തുള്ളി അച്ചാർ 100 രൂപയാണ്. നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. 250, 200 ഗ്രാം, 200 രൂപ. പിന്നെ അവൾക്ക് തീയലുണ്ട് കേട്ടോ, കൊഞ്ച് തീയൽ ചെയ്തായിരുന്നെന്ന് പറഞ്ഞു. അവർ അമ്മായിയമ്മയായിരിക്കും വെച്ചത്. പുള്ളിക്കാരൻ നന്നായിട്ട് എല്ലാ കറികളും വെക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് കൊഞ്ച് തീയൽ വെച്ച്, കക്ഷി കൊഞ്ച് തീയൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനൊരൽപ്പം, ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ പാത്രം നിറയുക. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പൊതിച്ചോറ് പരിപാടി കൊണ്ടുവന്നപ്പോഴത്തേക്കേ കറികൾ വെക്കാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായിരുന്നു. അടുത്ത അടിപൊളി സംഭവമാണിത്, ഞാനിന്ന് ചെയ്തെടുത്തതാണ്. അതായത് മാങ്ങാച്ചാറിന് മേടിച്ച കുറേ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മാങ്ങയ്ക്കകത്ത് കുറച്ച് നല്ലോണം വിളഞ്ഞഞ്ചാറ് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2-3 പഴുത്ത്, അതിലൊരു 2 മാങ്ങ എടുത്തിട്ട് ഞാൻ ഒരു മാമ്പഴ പുളിശ്ശേരി വെച്ച്. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. രാവിലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല പഴുത്ത മാങ്ങ ആയിട്ട് മാമ്പഴ പുളിശ്ശേരി ചെയ്തത് ചോറിനകത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ നാൾ നല്ല മണമൊക്കെ ഉണ്ട്, അത് ഒഴിച്ചപ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട്, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അത് നമുക്കിങ്ങനെ നടുക്ക് ഇങ്ങനെ ഒഴിക്കാം. നല്ല കളർഫുള്ളായിട്ട് മാമ്പഴ പുളിശ്ശേരിയും, അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി മീൻകറി ഒഴിച്ചില്ലല്ലോ, മീൻകറി വെച്ച് കഴിക്കാം, ഒരു മീനും വെച്ച് കറി.
മാമ്പഴപ്പുളിശ്ശേരിയുടെ മഞ്ഞ കളറും ബീട്രൂട്ടിൻ്റെ ചുവപ്പ് കളറും ആ പച്ച കളറിലെ നമ്മുടെ ചീരത്തോരനും എല്ലാം കൂടെ ചുമന്ന നമ്മുടെ വെളുത്തുള്ളി അച്ചാറും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഞങ്ങൾ കഴിക്കാം.